നമസ്കാരം. പട്ടി കടിച്ചു കൊല്ലാതെ വീണ്ടും കണ്ടുമുട്ടാൻ ഇടയായതിലുള്ള ആഹ്ലാദം പങ്കുവച്ചുകൊണ്ട് തുടങ്ങാം. ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന കുത്തിത്തിരിപ്പുകൾ. സിംഗത്തിനെതിരെ അണിയറയിൽ പടയൊരുക്കം. സിംഗത്തെ കീഴടക്കാൻ ടി.പി. രാമകൃഷ്ണൻ രംഗത്ത്. മന്ത്രിമാർ പറഞ്ഞാൽ കേൾക്കാത്ത ഉദ്യോഗസ്ഥർ മൂലം നാട് വിടേണ്ട സ്ഥിതിയെന്ന് മുഖ്യമന്ത്രി. പരാതിയാണ് സാർ, നടപടി എടുക്കണം. നിങ്ങൾക്ക് പരാതി തരാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. മടുത്തുടോ, ഇവിടെയുള്ള ജീവിതമേ എനിക്ക് മടുത്തു. തീരുമാനം. പക്ഷെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ചെറിയ തിരുത്തുണ്ട്. കൊന്നവനകത്തു പോകും. അതുകൊണ്ട് കയ്യും കാലും തല്ലി ചതച്ചിട്ടാ മതി. ഞാനടക്കമുള്ള ഈ നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ തെമ്മാടി നിലംപൊരി ചാക്കും. അഭയസ്ഥാനമില്ലാതെ കെ.എം. മാണി അലഞ്ഞുതിരിയുന്നു. മുഖം മറച്ച് UDF-ലേക്ക് തന്നെ തിരിച്ചു പോകാൻ ആലോചന. ഇന്ദിരാഭവനിൽ മാണിയെ വീണ്ടും ജോലിക്കെടുക്കുമോ എന്ന അപേക്ഷയുമായി ജോണി നെല്ലൂർ. കെ.എം. മാണി വിഭാഗം മുന്നണി വിട്ടു പോയത് വേദനാകരമായ ഒരു കാര്യമാണ്. നിനക്ക് പകരമായിട്ട് കാലിച്ചന്തെന്ന് എടുത്ത് വളർത്തിയാണ് ഞാൻ യവ എനിക്ക് വേണ്ടി ചാവും. നീ എന്നെ കൊല്ലാൻ ആളെ വിടും. ഇത് രണ്ട് നടന്നാലും അതൊരു തോൽവി തന്നെയാണ്. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പണ്ടും കൊന്നു തള്ളിയാണല്ലോ ശീലം. അടുത്ത ജന്മത്തിൽ പശുവാകാൻ കാത്ത് എൽദോസ് കുന്നപ്പള്ളി. പശുജനനം ആഗ്രഹിക്കുന്നത് രണ്ടിന കാരണങ്ങളാലെന്ന് MLA. രാവിലെ എണീറ്റാൽ അപ്പി അവിടെ ഇട്ടാ മതി. അതിന്റെ യജമാനൻ വന്ന് കോരിക്കോളൂ, ഒന്നും ചെയ്യണ്ട. എന്തു സന്തോഷമുള്ള ജീവിതമാണോ. കാലത്ത് എഴുന്നേറ്റ് പരുത്തിക്കുരു, പിണ്ണാക്ക്, വൈക്കോല്, പിന്നെ നിന്റെ അമ്മയുടെ തേങ്ങ ഇങ്ങോട്ട് നടക്കണ്ട. നാളെ തൊട്ട് നീ കഞ്ഞിയും ചോറൊന്നും വേണ്ട. ഞാനും പുല്ലി തിന്നാൻ പോവാ. അല്പം കഴിയുമ്പോൾ സുന്ദര കിടാരികൾ. എൽദോസിന്റെ പ്രതിമ പാർലമെന്റിൽ സ്ഥാപിക്കണമെന്ന് പശുപ്രേമികൾ പ്രധാനമന്ത്രിയോട്. തീവ്രവാദികളെ കൊണ്ട് ജീവിക്കാൻ വയ്യ എന്ന് രമേശ് ചെന്നിത്തല. കസേര കിട്ടാത്ത ഉമ്മൻചാണ്ടിയെ പോലുള്ള തീവ്രവാദികളെ നേരിടും. കോൺഗ്രസുകാർക്ക് തീവ്രവാദ വിഷയത്തിൽ ചെന്നിത്തലയുടെ ക്ലാസ്. സാറേ, ആക്ച്വലി ഈ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപക്വമായ മനസ്സുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒന്നാണ് തീവ്രവാദം. എന്റെ പൊന്നു സാറേ, ഇത്ര വൃത്തികെട്ടവരാണ് ഈ തീവ്രവാദികൾ. ഇന്ത്യയിൽ നിന്ന് ആൽഖ്വയ്ദയിലേക്ക് എത്ര മുസ്ലിങ്ങൾ ചേർന്നു? എന്നാ വിടരുത്, പോയി പിടിക്കേ. അപ്പുറത്താണ് വെള്ളമെന്ന് പറയാൻ പറഞ്ഞേക്കും തന്നെ ഇപ്പുറത്തോട്ട് എടുത്ത് ചാടി. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഉദ്യോഗസ്ഥ നിയമനത്തെക്കുറിച്ച് പലരും പല മുൻധാരണകളും പങ്കുവച്ചിരുന്നു. എന്നാൽ അത്തരം മുൻധാരണകളെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് സർക്കാർ പല വകുപ്പുകളിലും ആളുകളെ നിയമിച്ചത്. ജേക്കബ് തോമസും ലോകനാഥ് ബെഹ്റയും ടോമിൻ തച്ചങ്കരിയും ഒക്കെ ഏതെങ്കിലും വിധത്തിൽ ഈ കാര്യത്തിൽ നാട്ടുകാരെ അതിശയിപ്പിച്ചുകൊണ്ട് മുന്നേറുകയായിരുന്നു. അപ്പോഴാണ് ഋഷിരാജ് സിംഗ് സിംഗമായി ഉയർത്തത്. വ്യാജമദ്യവും മയക്കുമരുന്നും എന്നെല്ലാം പറഞ്ഞ് ഒടുവിൽ എക്സൈസ് വകുപ്പിന്റെ വരാൻ പോകുന്ന മദ്യനയത്തെ തന്നെ തുരങ്കം വയ്ക്കുന്ന സ്ഥിതിയിലെത്തി കാര്യങ്ങൾ. AC മൊയ്തീൻ ടൂറിസ്റ്റുകളെ നാട്ടിലെത്തിക്കാൻ ഓൺലൈൻ വഴി മദ്യം വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ആ നിമിഷം സിംഗം കത്തെഴുതി കളഞ്ഞു. അതിനെതിരെ പിടിച്ച് അകത്തിടും എന്ന് ഉത്തരവുമിട്ടു. ഒടുവിൽ മദ്യമന്ത്രിക്ക് തന്നെ സംഗതി പാരയാകും എന്ന് വന്നു. ടി.പി. രാമകൃഷ്ണന് അവസാനം നിയന്ത്രണം കൊണ്ടുവരാൻ ആലോചിക്കേണ്ടി വന്നു. എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സിംഗത്തിനെതിരെ ആഞ്ഞടിച്ചു. മയക്കുമരുന്ന് വിൽപ്പന മാത്രമല്ല, വ്യാജമദ്യവും കൈകാര്യം ചെയ്യണമെന്ന് ഉത്തരവുമിട്ടു. പറഞ്ഞാൽ കേൾക്കാത്ത സിംഗത്തിനെതിരെ തച്ചങ്കരിക്കെതിരെ ശശീന്ദ്രൻ മന്ത്രി കൊടുത്തതുപോലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. പരാതിയാണ് സാർ, നടപടി എടുക്കണം. നിങ്ങൾക്ക് പരാതി തരാം. പക്ഷേ നടപടിയെടുക്കണമെന്ന് ആജ്ഞാപിക്കാൻ നിങ്ങൾ വല്ല പാർട്ടി നേതാവ് മറ്റാണോ? സാർ എന്നെ ഒരിക്കൽ അന്വേഷിച്ചു എന്നറിഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല? നേരം കിട്ടിയില്ല. അതുകൊണ്ടല്ല, താൻ അഹങ്കാരിയാ. എടോ, ഇവിടുത്തെ പോലീസുകാരെ ജോലിയില്ലാതെ വരുമാനമില്ലാതെ കിടന്ന് നട്ടം തിരിയ. താൻ അതിന്റെ കാരണക്കാരൻ. തന്റെ കേസിൽ നടപടി എടുക്കാൻ എനിക്കിപ്പോ മനസ്സില്ല. അങ്ങനെ പറയരുത് സാർ. ഞാൻ അങ്ങനെയേ പറയൂ. മടുത്തുടോ, ഇവിടെയുള്ള ജീവിതമേ എനിക്ക് മടുത്തു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എങ്കിൽ ഞാൻ പോട്ടെ സാർ. താൻ പൂവേ തൂങ്ങിച്ചാവേ എന്തെങ്കിലും ചെയ്തോ. മുഖ്യമന്ത്രി അല്ലെങ്കിൽ പല ഉദ്യോഗസ്ഥരെയും കൊണ്ട് സ്വൈര്യം കെട്ടിരിക്കുകയാണ്. ആദ്യം എല്ലാവരെയും മന്ത്രിമാർക്ക് മുകളിൽ വിളയാടാൻ കൺട്രോൾ കൊടുത്തു. ഇപ്പോൾ മന്ത്രിമാർ പരാതിയുമായി വരുന്നു. എന്തായാലും സിംഗത്തിന്റെ കാര്യത്തിൽ പണ്ടേ ഒരു നോക്കി വച്ചതാണ് EP ജയരാജൻ അടക്കമുള്ളവർ. വാദം കുറുന്തോട്ടിയം പിടികൂടി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്താ കഥ? ഞങ്ങൾ രാത്രി തന്നെ വീട്ടിലേക്ക് കുതിച്ചതാ. അപ്പോഴാണ് അറിഞ്ഞത് അവൻ സ്ഥലം വിട്ടത്. എങ്കിലും ക്ലബിന്റെ എക്സിക്യൂട്ടീവ് കൂടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. കാരക്കുട്ടിൽ ദാസൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. നല്ല തീരുമാനം. പക്ഷെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ചെറിയ തിരുത്തുണ്ട്. കൊന്നവനകത്തു പോകും. അതുകൊണ്ട് കയ്യും കാലും തല്ലി ചതച്ചിട്ടാ മതി. പ്രസിഡന്റ്, ഒരു തെറ്റ് തിരുത്താൻ മറ്റൊരു തെറ്റ് ചെയ്യല്ല വേണ്ടത്. ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ആള് കാര്യമായതിനു ശേഷം പോലീസ് വന്ന് കേസെടുക്കുമായിരിക്കും. എന്താ കാര്യം?
മതയാനയ്ക്ക് മയക്കുവെടി അതാ വേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇക്കാര്യത്തിൽ രമേശ് ചേട്ടൻ ഞങ്ങളെ ഉപദേശിക്കരുത്. ഞാനടക്കമുള്ള ഈ നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ തെമ്മാടി നിലംപതി ചാക്കും. സഹദേവ, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ മറുകോപം. രമേശ് ചേട്ടൻ വിട്ടേക്ക്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. അത് തന്നെ ഞങ്ങളുടെ ചോര തിളക്കിയാണ്. അവനെ കൈ കിട്ടിയാലുണ്ടല്ലോ. ഏതവനാടാ എന്നെ തല്ലേണ്ടത്? കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വേണം. സിംഗത്തെ എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കുമോ, നടപടിയുമായി മുന്നോട്ടു പോകുമോ എന്നതാണ് ചോദ്യം. തച്ചങ്കരിയെ പോലെയല്ല സിംഗം, ഇമേജ് കൊണ്ട് കളിക്കുന്നയാളാണ്. സിംഗത്തെ തൊട്ടാൽ മയക്കുമരുന്നിനെതിരെ പോരാടുന്ന സ്കൂളുകളിലെ കുട്ടികളെ ഇറക്കി നേരിട്ട് കളയും എന്നതാണ് അവകാശവാദം. സിംഗം വകുപ്പിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ എന്ന സങ്കടത്തിൽ കഴിയുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് പെരുവഴിയിലായ മറ്റൊരാൾ സങ്കടം കൊണ്ട് നീറിപ്പുകയുന്നത്. പുറത്തൊരാളും കാത്തുനിൽക്കാത്ത സാഹചര്യത്തിൽ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത് എപ്പോഴും മണ്ടത്തരമാണ്. KM മാണിയാണ് അത്തരമൊരു മണ്ടത്തരം ചെയ്ത് കുഴപ്പത്തിലായത്. ബാർക്കോഴ കേസിൽ കുരുക്കി ചെന്നിത്തലയും കൂട്ടരും തന്നെ ശരിപ്പെടുത്താൻ ഇറങ്ങിയെന്നും പറഞ്ഞാണ് മാണി UDF-ൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. എന്നിട്ടിപ്പോൾ എന്തായി? ഇടതുപക്ഷം അടുപ്പിക്കുന്ന മട്ടില്ല. CPIM ചെറുതായി സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ തന്നെ CPI പാരവച്ചു. ഇനിയിപ്പോൾ UDF തന്നെയാണ് ഒരേയൊരു അഭയം. തിരിച്ചു ചെല്ലാനുള്ള ഓപ്പറേഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞു അത്രേ. കുഞ്ഞാലിക്കുട്ടി പോലും കൈയൊഴിഞ്ഞ മാണിക്ക് വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരൻ ജോണി നെല്ലൂരാണ്. UDF-ന്റെ എല്ലാ അവഗണനയിലും മനം നൊന്ത് കഴിയുന്നൊരാൾ. ഈ KM മാണി വിഭാഗം മുന്നണി വിട്ടു പോയത് വേദനാകരമായ ഒരു കാര്യമാണ്. മുന്നണിക്ക് ക്ഷീണമുണ്ട്, ഇല്ലയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മുന്നണിക്ക് ഒരു ചെറിയ കക്ഷി പോയാലും അത് മുന്നണിക്ക് ക്ഷീണമാണ്. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പണ്ടും കൊന്നു തള്ളിയാണല്ലോ ശീലം. എന്നിട്ട് അത് ഏറ്റു പറയാൻ പറ്റുള്ളൂ. ആരാ ശരി ആരാ തെറ്റെന്നൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ? തെറ്റും ശരിയൊക്കെ എന്തൊരു അറിയസണ്ണ. യവൻ എൻ്റെ കൂടെയുള്ള കലിപ്പുടങ്ങിയത് യവൻ 5 വയസ്സുള്ളപ്പോഴാണ്. UDF എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്ക് ഒരു കോട്ടം ഉണ്ടായിട്ടുണ്ട്. മാണിയുടെ മുന്നണി വിട്ടുള്ള തീരുമാനമുണ്ട്. അത് പോട്ട്. ആനീഷ് മട്ടിലും മാണിയർ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാനുള്ള പരകം പാച്ചിലല്ലേ. അതിൻ്റെ ഇടയിൽ എന്തരണ്ണ എന്തരപ്പ എന്തായാലും സ്വന്തം ചോരകള്. ഇപ്പോൾ അവർ പോകാതെ നോക്കേണ്ടതായിരുന്നു. ഇവർ പോയി. അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുമോ എന്നുള്ള കാര്യം ഗൗരവമായി പരിശോധിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. എന്നെ നാട് കടത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ മക്കൾ രണ്ടും ചായ ഉണ്ടായില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. എന്തരായാലും മക്കൾ അനുഭവിക്കേണ്ട അപ്പന്റെ സമ്പാദ്യമൊന്നും ഈ വലിഞ്ഞേറി വന്ന വളർത്തുവന് വേണ്ട ഏട്ടാ. അന്നും ഇന്നും ഞാൻ അത് ആഗ്രഹിച്ചിട്ടില്ല. സമ്പാദ്യം പോട്ട് ഇല്ലോള സ്നേഹം പെറ്റമ്മേരടുത്ത് ചോദിച്ചു വാങ്ങിക്കാൻ പറ്റാതെ പോയതിനോട് ഞാൻ കോൺഗ്രസിലെ ആഭ്യന്തര കലകം മുന്നണിയെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മുസ്ലിം ലീഗ് ആണെങ്കിലും ഞങ്ങളാണെങ്കിലും ജനതാദളാണെങ്കിലും RSP ആണെങ്കിലും ഒക്കെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞങ്ങൾ വേറെ മുന്നണി തകർക്കാനല്ല പറയുന്നു, മുന്നണിയുടെ നന്മയെ കരുതി പറയുന്നു. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നണിയെ നയിക്കണം. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കണം. ഏട്ടൻ വാ, പറഞ്ഞ മനസ്സിലാവാത്ത ഇവരുടെ മുമ്പിൽ എന്റെ ഏട്ടൻ ചെറുതാവണ്ട. വാ, നിനക്ക് പകരമായിട്ട് കാലിച്ചന്തെന്ന് എടുത്ത് വളർത്തിയാണ് ഞാൻ യവനെ. യവൻ എനിക്ക് വേണ്ടി ചാവും, നീ എന്നെ കൊല്ലാൻ ആളെ വിടും. ഇത് രണ്ട് നടന്നാലും അതൊരു തോൽവി തന്നെയാണ്. അതുകൊണ്ട് പോവേണം, വരട്ടാ. എന്നാലും സഹോര കുന്നോളം ഉണ്ട് കേട്ടാ ഉള്ളിൽ സങ്കടങ്ങള്. നിനക്കും വേണ്ടിയിട്ട് മാറ്റിവെച്ചാണ് ഞാൻ ഇടത്തേണിന്റെ കാഴ്ചകൾ. ഇതിന് പകരമായിട്ട് 10,000 കണ്ണും മാറ്റിവെക്കാനുള്ള സ്ഥിതിയുണ്ട് ഇപ്പൊ. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കണത് മരണം വരെ എനിക്ക് എന്റെ അനിയനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. ഒരായുസ് മുഴുവൻ മേക്കണോ എന്റെ അടി കൊണ്ട് നടന്നാലും അവസാനം അറവ് കത്തി തന്നെ കഴുത്തില്. നമ്മളില്ലേ ഇവിടെ ഈ മുന്നണി ശക്തമായി പോകണം. ജനങ്ങളുടെ അഭിലാഷമനുസരിച്ച് ഈ മുന്നണി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കക്ഷിയാണ് ഞങ്ങളുടേത്. ഒന്നിൽ പഠിപ്പും വിവരമുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ മാണിക്കത്തോളം ചെറുതാണ്, അല്ലെങ്കിൽ പള്ളിക്കൂടം കാണാത്ത മാണിക്യം നിങ്ങളോളം വലുതാകണം. ഇത് രണ്ടും നടക്കാത്തടത്തോളം കാലം മാണിക്യത്തിന് ഇടപെടാൻ നല്ലത് വാത്തുകൾ തന്നെയാണ്. അതുകൊണ്ട് മാണിക്യം പോവേണം. വരി. മാണിക്ക് വേണ്ടിയുള്ള ജോണി നെല്ലൂരിന്റെ വിലാപം കോൺഗ്രസുകാർ കേൾക്കുമോ? സ്വന്തം കാര്യത്തിൽ പോലും ഒരു തീരുമാനമില്ലാതെ നടക്കുകയാണ് ജോണി നെല്ലൂർ. കഴിഞ്ഞ തവണ മത്സരിക്കാൻ മണ്ഡലം കിട്ടിയില്ല എന്നതു മാത്രമല്ല, അനൂപ് ജേക്കബ് ജോണി നെല്ലൂരിനെ ഒതുക്കി മൂലക്കിരുത്തുകയും ചെയ്തു.
സ്വന്തം പാർട്ടിയിലെ ഈ പ്രശ്നങ്ങളെല്ലാം ഉടൻ തീരുമോ? ഞങ്ങളുടെ പാർട്ടിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പോയല്ലോ. പക്ഷേ UDF ഞങ്ങളോട് നീതികേട് കാണിച്ചിട്ടുണ്ട്. ആ പരിഭവങ്ങളൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. Johnny Money Johnny, you are my cunning money. Johnny Money Johnny. ഒരു പ്രശ്നവുമില്ലാതെ പാർട്ടി ജോണി നെല്ലൂരിന്റെ ഉള്ളം കൈയിലിരിക്കുന്ന നല്ല നാളേക്കായി കാത്തിരിക്കാം. നല്ല നാളെയിലും UDFൽ തന്നെ പുനർജനിക്കണം എന്നാഗ്രഹിച്ച് മാണി ഇങ്ങനെ നടക്കുമ്പോൾ പശുവായി പുനരവതരിക്കാനുള്ള മോഹം ഉള്ളിലൊതുക്കുകയാണ് ഒരു കോൺഗ്രസ്സുകാരൻ. അതൊരിടവേള കഴിഞ്ഞ് രാവിലെ എണീറ്റാൽ അപ്പി അവിടെ ഇട്ടാ മതി. അതിന്റെ യജമാനൻ വന്ന് കോരിക്കോളൂ, ഒന്നും ചെയ്യണ്ട. കാലത്ത് എഴുന്നേറ്റ് പരുത്തിക്കുരു, പിണ്ണാക്ക്, വൈക്കോല്, പിന്നെ നിന്റെ അമ്മയുടെ തേങ്ങ